എല്ലാ മാന്യശ്രോതാക്കൾക്കും കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിൽ അവതരിപ്പിക്കുന്ന കുട്ടി മനസ്സിലൂടെ ഒരു യാത്ര എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഞാൻ സുരേഷ് പെരുന്നാട്. നിജോ ജോസാണ് ഇന്നത്തെ നമ്മുടെ ഗസ്റ്റ്. അപ്പം നിജോ ജോസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയാണ്. ഇപ്പം ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. ഇപ്പോൾ എന്തായാലും നമുക്ക് നിജോ ജോസിൻ്റെ വിശേഷങ്ങളൊക്കെ അറിയാം. ഇനിയിപ്പോൾ കൂടുതൽ പറഞ്ഞാൽ നമുക്ക് നിജോ ജോസിനെ പേടിപ്പിക്കേണ്ട കാര്യമില്ല. നിജോ ജോസേ, എന്തൊരു അനുസരണയുടെ വിളിയൊക്കെ കേൾക്കുന്ന അറിയാമോ? എന്ത് നിഷ്കളങ്കനായ ഒരു വ്യക്തിയാണെന്ന് അറിയാമോ ഇരിക്കുന്നത്? ഓക്കെ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിരിക്കുന്നു അല്ലേ? പിന്നെ ഏത് സ്കൂളിലാണ് പഠിക്കുന്നേ? ഭയങ്കര ടെൻഷൻ ഉണ്ടല്ലോ മുഖത്തൊക്കെ. വലുതായിട്ടില്ല, കുഴപ്പമില്ലാത്ത ടെൻഷനാണോ? എന്തായാലും വളരെ ഒരു ടെൻഷൻ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും റിലാക്സ് ആയിട്ട് പറയാം കേട്ടോ. റിലാക്സ് ആയിട്ട് നമുക്കൊന്ന് ഒരു വഴിക്ക് പോകുന്നില്ലേ? നമുക്കങ്ങോട്ട് അടിച്ച് പൊളിച്ച് പോവാം. ഓക്കെ അല്ലേ? ഓക്കെ. എവിടെയാണ് വീട്? പെരുമൺ മുണ്ടയ്ക്കൽ അല്ലേ? ഓക്കെ. വീട്ടിലാരൊക്കെയുണ്ട്? അമ്മ, അച്ഛൻ, അനിയൻ, അമ്മ, അച്ഛൻ, അനിയൻ, ഞാൻ അല്ലേ? ഞാനെന്ന് പറഞ്ഞാണ് നിജോ അല്ലേ? അനിയൻ എന്ത് ചെയ്യുന്നു? 5ാം ക്ലാസ്സിൽ പഠിക്കുന്നു. 5ാം ക്ലാസ്സിൽ പഠിക്കുന്നു അല്ലേ? അമ്മയും അച്ഛനൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടോ? അമ്മ ഹൗസ് വൈഫാണ്. അച്ഛൻ ഖത്തറിൽ ഇലക്ട്രിക്കൽ സൂപ്പർവൈസർ. കൊച്ചിനത് പറയാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. ഖത്തറിലൊക്കെ പോയി നിന്നിട്ട് അവിടുത്തെ ഇലക്ട്രീഷ്യൻ വർക്കറൊക്കെ ആയിട്ട് നിന്നിട്ടുണ്ട് ഇത്രയും പറയാൻ പാടുവിടുന്നത് അല്ലേ? പിന്നെ സ്കൂളിൽ ഏതാ പഠിക്കുന്നത് പറഞ്ഞു? ട്രിനിറ്റി ലേസിയ. എങ്ങനെയുണ്ട് സ്കൂളിലൊക്കെ? നല്ല സ്കൂളാണ്. അല്ല, സ്കൂളിലൊക്കെ എങ്ങനെയുണ്ട്? അടിച്ചുപൊളിയാണ് അല്ലേ? വൈബാണ്. ഭയങ്കര വൈബാണ്. സ്കൂളൊക്കെ മുട്ട വൈബാ അല്ലേ? ഓക്കെ. അപ്പം പഠിത്തമൊക്കെ എങ്ങനെ പോകുന്നു? നല്ലതൊക്കെ പോകുന്നു. ലിജോ എങ്ങനെയാണ് പഠിക്കാനൊക്കെ? ലിജോ കുഴപ്പമില്ല എന്ന് ആരാണ് പറഞ്ഞത്? മാർക്കൊക്കെ ഉണ്ടോ? നല്ല മാർക്കൊക്കെ ഉണ്ടോ? ഏതാ ഏറ്റവും എളുപ്പ വിഷയം? മാത്സ്. ബാക്കിയെല്ലാം പാടാണോ? അല്ല, പാടല്ല. ഏറ്റവും സുഖം മാത്സ്. ഏറ്റവും സുഖം മാത്സ് ആണ്. എൻ്റെ ദൈവം, എനിക്ക് തോന്നുന്നു വളരെ ചുരുക്കം പേരെ ഈ മാത്സ് എളുപ്പമെന്ന് പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. അപ്പം നമ്മുടെ ലിജോയെ സംബന്ധിച്ച് മാത്സ് ഭയങ്കര എളുപ്പമാണ്. എന്തുകൊണ്ട് ഇത്ര എളുപ്പമായിട്ട് തോന്നിയത്? നല്ല മിസ്സാണ് മാത്സ്. എൻ്റെ ക്ലാസ് ടീച്ചറും കൂടാണ്. സൗന്ദര്യമാണോ ഉദ്ദേശിച്ചത്? അല്ല, നല്ല കണക്ക് പഠിപ്പിക്കും. നല്ല കണക്ക് പഠിപ്പിക്കും അല്ലേ? അവിടെ പെട്ടെന്ന് മനസ്സിലാവും. ഓക്കെ. അടിയൊക്കെ ഉണ്ടോ സ്കൂളിലാണ്? വലുതായിട്ടില്ല. സ്കൂളിലാണോ എന്ന് വെച്ചപ്പോൾ എനിക്കൊരു സംശയം. കൂട്ടുകാരെ തമ്മിൽ അടിയുണ്ടോ? ഇല്ല. അത് വീട്ടിലടിയുണ്ടോ? അതാ എനിക്ക് തോന്നി. അപ്പം അടിയുണ്ടോ എന്ന് വെച്ചപ്പോൾ എടുത്ത് ചോദിച്ചപ്പോൾ എനിക്കൊരു സംശയം. ഇത് വീട്ടിലടി കാണും അല്ലെങ്കിൽ കൂട്ടുകാരെ തമ്മിൽ അടി കാണും? വീട്ടിലടിയുണ്ടല്ലേ? വീട്ടിലെന്തിനാ അടിക്കുന്നത്? അനിയനായിട്ട് തന്നെ. അനിയനുമായിട്ട് അടികൂടാറുണ്ട് അല്ലേ? അനിയൻ 5ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. എന്തിനാ അടികൂടുന്നത് അനിയനുമായിട്ടൊക്കെ? ചുമ്മാ ഇങ്ങോട്ടല്ല വന്ന് പറയാം, എന്നാൽ ഞാൻ തിരിച്ചു പറയാം. പിന്നത് അടിയോ? അവസാനം അടിയിൽ കലാശിക്കും. അവസാനം അച്ഛന് എന്തായാലും ഏർപ്പെടാൻ പറ്റില്ലല്ലോ. അച്ഛൻ ഖത്തറിലാണ്. പിന്നെ അമ്മ ഇടപെടാറുണ്ടോ? അന്നേരം അമ്മ എന്ത് ചെയ്യും? അമ്മ പറയും, മര്യാദയ്ക്ക് നിർത്തിക്കോ, അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ വന്ന് അടിക്കും. അങ്ങനെ അടി കൊണ്ടിട്ടുണ്ടോ? കുറെ വട്ടം. അപ്പൊ അമ്മയുടെ വാക്കും ഈ പറച്ചിലൊന്നും നിക്കത്തില്ല, അടിയിൽ അവസാനിച്ചു. അല്ല, നിക്കും. എന്നാലും ഇടയ്ക്കൊക്കെ വെച്ച് ഞങ്ങൾ അടി കൂടിക്കൊണ്ടിരിക്കും. അപ്പൊ എങ്ങനെ എന്തു വെച്ചാ അടിക്കുന്നത്? അനിയൻ ഞങ്ങള് ചുമ്മാ തള്ളി കളിക്കും. ഇത് ഉന്തുവണ്ടി വല്ലോ വന്നോ? അല്ല, അങ്ങനല്ല, ഇങ്ങനെ ഇടിച്ച് ഇടിച്ച് അങ്ങനെ ആരും കരയാറുണ്ടോ ഇടികൊണ്ട്? ഇല്ല. അവിടെ വരെ നിർത്തത്തില്ല. അപ്പൊ തുടക്കം ഇടുന്ന ആരും അനിയനല്ലേ? അനിയൻ എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് വരും. അനിയന്റെ അടുത്ത് അപ്പം പറയണം കേട്ടോ, ഈ ചുമ്മാ നീ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ട് വരുന്നോണ്ടാണ് എനിക്ക് ദേഷ്യം വരുന്നത് പറയണം കേട്ടോ. അപ്പം അനിയനങ്ങ് ഒതുങ്ങും. ആണോ? അല്ലേ? അനിയന്റെ പേരെന്താണ്? 5ാം ക്ലാസ്സിൽ പഠിക്കും. ഒരു സ്കൂളിലാണോ പഠിക്കുന്നത്? സ്കൂളിലൊക്കെ വന്നാൽ എങ്ങനെയാണ് അനിയൻ? പാവമാണോ? സ്കൂളിലൊക്കെ വലിയതില്ല, വീട്ടിലോട്ട് വരുമ്പോഴാണ് വൈബ്. ചേട്ടൻ സ്കൂളിൽ പോകുമ്പോഴാണ് വൈബ്. രണ്ടുപേരും വൈബ് വ്യത്യാസമായി പോയി. അതാണ് ഈ പ്രശ്നം പറ്റിയത് കേട്ടോ. ഇനിയിപ്പോൾ അനിയൻ്റെ അടുത്ത് പറയണം, നമുക്ക് ഒരുമിച്ച് വൈബ് സ്കൂളിൽ കാണിക്കാന്ന് പറയണം കേട്ടോ. ആ പ്രശ്നമില്ലല്ലോ. രണ്ടുപേരും 2 വൈബ് സ്ഥലത്ത് കാണിക്കുന്നതുകൊണ്ടാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. ഈ 2 പേരും ഒരേ സ്ഥലത്ത് വൈബ് കാണിച്ചൊക്കെ ഒരു പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ. പഠിക്കാതിരിക്കുന്നൊക്കെ 2 പേരും ഒരുമിച്ചാണോ? എത്ര മണിക്കാണ് പഠിക്കാതിരിക്കുന്നത്? ട്യൂഷൻ കഴിയുമ്പം ഇവിടെ സ്കൂളിലെ ഹോംവർക്ക് ചെയ്യും, ട്യൂഷനിലെ ഹോംവർക്ക് ചെയ്യും, അതുകൊണ്ട് പഠിക്കും. സമയം പറയാൻ പറ്റത്തില്ല. സമയം ശനി ഞായറൊക്കെ എന്താ ഉച്ച കഴിച്ചിട്ട് പഠിക്കും. ഉച്ച കഴിച്ചിട്ട് പഠിക്കും? അല്ല, കഴിച്ചിട്ടൊക്കെ. കഴിച്ചിട്ട്, ആഹാരം കഴിച്ചിട്ട് പഠിക്കും. ഓക്കെ. എല്ലാത്ത ദിവസം സ്കൂളുണ്ടല്ലോ, അന്നേരം വൈകിട്ട് വന്നിട്ട് ഇവിടുത്തെ ട്യൂഷന് വന്നിട്ടൊക്കെ. ഈ ആഹാരം കഴിച്ചിട്ട് പഠിക്കും എന്ന് പറയുന്നത് എപ്പോഴാ? ഉച്ചയ്ക്കോ അതോ രാത്രിയിലോ? ഉച്ചയ്ക്ക് ആഹാരം കഴിച്ചിട്ട് പഠിക്കാനെങ്കിൽ ഇരിക്കുക പിന്നെ? പഠിക്കാം. അല്ല, പിന്നെ പഠിക്കാനിരിക്കുകയാണോ?
പിന്നെ എഴുന്നേക്കത്തില്ല രാത്രി വരെ? അല്ല അല്ല, പിന്നെ? എന്നിട്ട് ഇടയ്ക്ക് വെച്ച് പഠിച്ചിരുന്നിട്ടങ്ങ് പോകും. പഠിച്ചിരുന്നിട്ട് അങ്ങ് പോകും. എവിടെ പോകും? കളിക്കാൻ. ഓ, എവിടെ വീട്ടിൽ കളിക്കാനൊക്കെ പിള്ളേരുണ്ടോ? കൂട്ടുകാരൊക്കെ ഉണ്ടോ? കൂട്ടുകാരുടെ അവിടെ വീട്ടിൽ പോകും. അവർ വീട്ടിൽ പോയി? പപ്പയുടെ അനിയന്റെ മോന്റെ. ഓ, ബന്ധുക്കളൊക്കെ അടുത്തുണ്ടല്ലേ? അവിടെ പോയി കളിക്കും അല്ലേ? ഓക്കെ. തിങ്കൾ മുതൽ വെള്ളി വരെ ഒരുപാട് തിരക്കുള്ള ദിവസമായിരിക്കും അല്ലേ? എങ്ങനെയാണ് തിങ്കൾ മുതൽ വെള്ളി വരെയുള്ള ദിവസത്തിന്റെ ഒരു ടൈം ടേബിൾ എങ്ങനെയാണ്? രാവിലെ 6 മണിയൊക്കെ ആകുമ്പോ എണ്ണയ്ക്കും, പിന്നെ കുളിക്കും, പല്ല് കേൾക്കും, കുളിക്കും. പള്ളിക്കുന്നുള്ള ഒരു സംശയമാണോ? അല്ല അല്ല. പല്ല് വെച്ചിട്ട് കുളിച്ചിട്ട് എന്നിട്ട് ഡ്രസ്സൊക്കെ മാറി സ്കൂളിൽ പോകും. എന്നിട്ട് അവിടെ ഇരുന്ന് പഠിക്കും. എന്നിട്ട് അതൊക്കെ കഴിഞ്ഞ് ലഞ്ച് ബ്രേക്കൊക്കെ കഴിച്ചിട്ട് ബ്രേക്കൊക്കെ കളിക്കും. എന്നിട്ട് PT ഉള്ള സമയത്തൊക്കെ സ്കൂളിൽ കളിക്കും. എന്നിട്ട് വീട്ടിൽ വരും. എന്നിട്ട് ട്യൂഷനില്ല. ട്യൂഷനിൽ പോയിട്ട് എത്ര മണിക്ക് പോകും വീട്ടില്? 7 മണി. 7 മണി. അപ്പൊ വീടുമായിട്ട് ബന്ധമില്ല തിങ്കൾ മുതൽ വെള്ളി വരെ. ആകെപ്പാടെ കുറച്ച് സമയം. 7 മണി കഴിഞ്ഞിട്ട് പിന്നെ എന്താ പരിപാടി? പഠിത്തം തന്നെ. ഇടയ്ക്ക് വെച്ച് ലാപ്ടോപ്പിൽ കളിക്കും. ലാപ്ടോപ്പിൽ കളിക്കും. അത് ഇതിപ്പോ എവിടുന്ന ഈ സമയം? സന്ധ്യ പോലും പഠിക്കാണ്ടിരിക്കുകയല്ലോ, പിന്നെ ഈ ലാപ്ടോപ്പിൽ കളിക്കാനും സമയം കിട്ടുന്നില്ലല്ലോ അല്ലേ? ശരിയാണ്. ഓ, എനിക്ക് വയ്യ. കൊച്ചു അതുപോലൊക്കെ മറന്നിരിക്കുകയാണ് കേട്ടോ. ഇപ്പോഴാലോചിച്ചപ്പോൾ അത് ശരിയാന്ന്, എനിക്ക് അതിൽ കളിക്കാനും സമയം കിട്ടുന്നില്ലല്ലോ എന്നുള്ളത്. ഇപ്പം നമ്മൾ പഠിക്കുന്ന ഓരോ കുട്ടികളുടെ ഒരു അവസ്ഥ ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു അല്ലേ? തിങ്കൾ മുതൽ വെള്ളി വരെ അവർ ആ വീടുമായിട്ട് പോലും നല്ലൊരു എന്താ മനസ്സമാധാനത്തിൽ ഇരിക്കാൻ പറ്റുന്നില്ല അല്ലേ? ഒരുപാട് ബന്ധം കുറഞ്ഞിടങ്ങനെ തോന്നിയിട്ടുണ്ടോ? വീടുമായിട്ട് അമ്മയൊക്കെ ആയിട്ട് ഇങ്ങനെ ആ ഒരു ബന്ധം കുറയുന്നതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ? ഒറ്റപ്പെടുന്ന പോലെ ഫീൽ ചെയ്യുന്നുണ്ടോ? ഇല്ല. രാത്രി വരുമ്പോഴുള്ള ആ ഒരു കാഴ്ചയേ ഉള്ളൂ അല്ലേ? ഓക്കെ. അനിയൻ്റെ ഇത് അവസ്ഥ തന്നെയാണോ? അനിയൻ ട്യൂഷൻ പോകുന്നുണ്ടോ? അനിയന് 7 മണിയാവും വരാൻ. ഒരു സ്ഥലത്താണ് ട്യൂഷന് പോകുന്നത്? ഓക്കെ. അപ്പൊ അനിയനും ചേട്ടനും ഒക്കെ ബിസിയാണ്. ഇപ്പൊ അമ്മ ഒറ്റയ്ക്ക് അന്നേരം വീട്ടിലുള്ളൂ. ഓക്കെ. അപ്പം അമ്മയ്ക്ക് സങ്കടമില്ലേ നിങ്ങളെ എവിടെ കാണാക്കെ ഇരിക്കുമ്പോ? അമ്മയ്ക്ക് സങ്കടമൊക്കെ ഉണ്ട്. അമ്മ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ സ്കൂളിൽ പോകുന്നപ്പോ അമ്മ ചുമ്മാ ഒറ്റയ്ക്ക് ഇവിടെ പോകണം നോക്കി ഇരിക്കത്തുള്ളു. ഇടയ്ക്ക് അമ്മയ്ക്ക് ഇൻട്രസ്റ്റ് ഇല്ല ഞങ്ങളെ സ്കൂളിൽ വിടുന്നതിന്. അമ്മനെ സപ്പോർട്ട് ചെയ്യും നിങ്ങൾ ചിലപ്പോ. അമ്മയ്ക്ക് സ്കൂളിൽ പോകണ്ടെന്നാണോ പറയുന്നത് അന്നേരം മക്കള്? അല്ല, പോണെന്നും പറയും, ചില സമയം പോണ്ടെന്നും പറയും. അതെപ്പോഴും പോണ്ടെന്ന് പറഞ്ഞ എപ്പോഴാണ്? എനിക്ക് PT ഉള്ള സമയവും സ്കേറ്റിങ്ങിന് ഞാൻ പോകുന്നുണ്ട്. അത് ആ സമയം അമ്മ പറയും സ്കേറ്റിങ്ങിന് പോകുന്നുണ്ടോ? അതെവിടെയാ? സ്കൂളിൽ തന്നെ ഞങ്ങൾക്ക് ഒരു സാർ പഠിപ്പിക്കും. ഈ ദിവസങ്ങളിൽ തന്നെയാണോ അതോ സെപ്പറേറ്റ് ഏതെങ്കിലും ദിവസമാണോ? ട്യൂസ്ഡേ, വെനസ്ഡേ. ഓക്കെ. ഈ ബാക്കിയുള്ള ദിവസങ്ങളുടെ ഇടയ്ക്ക് തന്നെയാണ് അത് പഠിക്കുന്നത്. അതുകൊണ്ട് പിന്നെ അതിലൂടെ അതും അങ്ങ് പോകും അല്ലേ? ഓക്കെ. അപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര വിഷമമുണ്ട് മക്കളെ ഇങ്ങനെ വിട്ട് പിരിഞ്ഞൊക്കെ നിൽക്കാനല്ലേ? ഓക്കെ. അപ്പോൾ അന്നേരം എന്ത് പറയാം അങ്ങോട്ട് അമ്മയടുത്ത്? ഞങ്ങൾ പറയും ഇന്ന് പോവും, വേറെ ദിവസം നിൽക്കാന്ന് പറയും. നല്ലൊരു കാര്യത്തിനല്ലേ അമ്മേ, ഞങ്ങൾ പോട്ടമ്മേ എന്ന് പറഞ്ഞു പോയല്ലേ? അപ്പം മടിയൊന്നും തോന്നാറില്ലല്ലോ പോണ്ടെന്ന് പറഞ്ഞാലും? ഇല്ല. വെരി ഗുഡ്. അത് നല്ലൊരു കാര്യമാണ് കേട്ടോ. എനിക്കൊക്കെ ഒരു പോസിറ്റീവ് പോയിന്റ് അതാണ്. കാര്യം ചില അമ്മമാരൊക്കെ പോണ്ടെന്ന് പറഞ്ഞാൽ പിള്ളേർ അപ്പോഴേ അവിടെ കുത്തിയങ്ങിരിക്കും. അത്രയും കാര്യമല്ലേ? അപ്പോൾ നിങ്ങൾ രണ്ടുപേരും തിരിച്ചാണെന്ന് അറിഞ്ഞല്ലോ. അമ്മ പറഞ്ഞാലും നമ്മൾ ആ ഉദ്ദേശശുദ്ധി മനസ്സിലാക്കി നമ്മളങ്ങ് പോയല്ലേ? സ്കൂളിലൊക്കെ എങ്ങനെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് ആരാണ്? അങ്ങനെയൊന്നുമില്ല, എല്ലാവരും നല്ല ഫ്രണ്ട്സാണ്. നമ്മളെല്ലാവരും ഐക്യം ആയിട്ട് കാണുന്ന വ്യക്തിയാണ്. നമുക്ക് ആരും വേർതിരിവൊന്നുമില്ല. എല്ലാവരും നമ്മുടെ നല്ല ഫ്രണ്ട്സാണ് അല്ലേ? ഓക്കെ. ഒരു നല്ല ഫ്രണ്ട്സ് ആവണമെങ്കിൽ ലിജിയുടെ അഭിപ്രായത്തിൽ എന്തായിരിക്കണം അവൻ്റെ ഒരു കഴിവ്, അല്ലെങ്കിൽ അവൻ്റെ ഒരു ക്വാളിറ്റി എന്താവണം? എപ്പോഴും എൻ്റെ കൂടെ തന്നെ നിൽക്കണം. എല്ലാവരും അല്ല, ആ ബെസ്റ്റ് ഫ്രണ്ട്. അങ്ങനെയാണെങ്കിൽ എല്ലാത്തിനും എൻ്റെ കൂടെ നിൽക്കണം എന്ന് ഉദ്ദേശിച്ചത് മനസ്സിലായില്ല. ഇപ്പം ഒരു ഇടി വന്നാലും അടി വന്നാലും അങ്ങനെയാണോ? അങ്ങനെയൊക്കെ ഉദ്ദേശിക്കും നമ്മൾ അല്ലേ? ഈ ആഹാരം കഴിക്കുമ്പോഴും അങ്ങനെ തന്നെ ആണോ? അതാണെങ്കിൽ പറ, നീ വേറെ പോയി പാത്രത്തിൽ കഴിച്ചോളാൻ പറയാം. അങ്ങനെയാണോ? അങ്ങനെയാണ്. വേറെ പാത്രത്തിൽ പോയി കഴിച്ചോളാൻ പറയും. അപ്പൊ അത് സ്നേഹമില്ല. ഞാൻ ഉദ്ദേശിച്ച അങ്ങനല്ല. അവൻ ഇങ്ങോട്ട് ചോദിച്ചാൽ ഞാൻ കൊടുക്കും. അങ്ങനെയാണ് ഉദ്ദേശിച്ചത്. ചോദിച്ചില്ലേ കൊടുക്കത്തില്ല? അല്ല, കൊടുക്കുകയൊക്കെ ചെയ്യും. ഓക്കെ. അപ്പൊ അതുപോലെ തന്നെ വീട്ടിൽ നിങ്ങൾ എല്ലാവരും ഒരുമിക്കുന്ന ഒരു ദിവസം എന്ന് പറഞ്ഞ എന്നാണ്, എപ്പോഴാണ്? പപ്പ ഖത്തറിലാണല്ലോ. പപ്പ വരുമ്പോൾ അന്നേരം ഒന്നിക്കാറുള്ളോ? അല്ല, അല്ലാത്തപ്പോ ശനി ഞായറും ഒന്നിക്കും അല്ലേ? നിങ്ങൾ ഫുഡൊക്കെ കഴിക്കുന്ന ഒരുമിച്ചാണോ? എല്ലാവരും ഒരുമിച്ചാണോ ആഹാരമൊക്കെ കഴിക്കുക? ആണോ? ഓക്കെ. എന്തോ ഏറ്റവും ഇഷ്ടമുള്ള ഫുഡ് എന്തുവാ? പൊറോട്ടയും ചിക്കൻ കറി അല്ലേ? ആരാ പൈസ തരുന്നേ? ഓ, പപ്പ പൈസ തരും ഈ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്.
ഓക്കെ, ഇപ്പം കുറച്ച് നിങ്ങൾ എപ്പോഴും കിട്ടുന്നതാണ് പപ്പയ്ക്ക് നഷ്ടം അല്ലേ? എടാ മിടുക്കാ, ആ പപ്പയും മിടുക്കനാണ്, മക്കളും മിടുക്കനാണ് കേട്ടോ. ഇല്ല, ഇപ്പൊ ഞങ്ങൾ എങ്ങനെങ്കിലും പിടിച്ച് കൂട്ടി വരിക. എന്താ പൈസയോ? പൈസ ശേഖരിച്ച് വെക്കുകയാണോ? അല്ലല്ല, അന്നേരം തന്നെ വല്ലതൊക്കെ ബുക്ക് ചെയ്ത് കഴിക്കും. അങ്ങനെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അല്ലേ? അപ്പോൾ 2 വർഷം വേറെ കാര്യം നോക്കുമ്പോൾ രണ്ടുപേരും പറഞ്ഞാൽ ശരിയാണ് അല്ലേ? നമ്മൾ പഠിക്കുക, മാർക്ക് പഠിക്കുന്നുള്ള നമ്മുടെ ആവശ്യം, അച്ഛൻ ഈ ഇതൊക്കെ മേടിച്ചു തരേണ്ടത് അച്ഛൻ്റെ ആവശ്യം. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മൾ ആ ഒരു പ്രതീക്ഷയോട് കൂടിയെങ്കിലും നമ്മൾ പഠിക്കുക കേട്ടോ. കിട്ടും എന്നുള്ള പ്രതീക്ഷയോട് കൂടിയെങ്കിലും നമ്മൾ പഠിക്കുക അല്ലേ? ഇപ്പം നിങ്ങൾ പുറത്തൊക്കെ ഒരുമിച്ച് കുടുംബം അട്ടൊക്കെ ഇങ്ങനെ യാത്രയൊക്കെ പോകാറുണ്ടോ? എവിടെ പോകാനാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം? ഞങ്ങൾ ഇവിടുന്ന് ഞങ്ങൾ അമ്മാമ്മ എല്ലാ വെക്കേഷനിലും വേളാങ്കണ്ണി കൊണ്ടുപോകും. അതിന്റെ കൂടെ തന്നെ ഗോവ, ഊട്ടി അങ്ങനെയൊക്കെ കൊണ്ടുപോകും. ഗോവയിലൊക്കെ പോയിട്ടുണ്ടോ? ആഹാ, ഗോവയിൽ എവിടെ പോയത്? ഏതാണ്ടൊരു പള്ളിയില്. ഏതാണ്ടൊരു പള്ളിയില്ല. അവിടെ ഊട്ടിയിൽ എവിടെ പോയത്? ഊട്ടിയിൽ ചുമ്മാ ഒരു സ്റ്റേ നിൽക്കാനായിട്ട്. ആ, അങ്ങനെ ഉണ്ടായിരുന്നു അവിടെ ഊട്ടിയിലൊക്കെ? വൈബായിരുന്നു. എല്ലായിടത്തും വൈബാ അല്ലേ? ഇപ്പൊ ഇവിടെ ആയിരുന്നു വൈബ്? പോയ സ്ഥലങ്ങളിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമല്ലാത്ത സ്ഥലം എവിടെയായിരുന്നു? ഇഷ്ടമല്ലാത്ത വൈബില്ലാത്ത സ്ഥലം എവിടെയായിരുന്നു? അനുഭവിക്കാം. അങ്ങനെ പോയിട്ട് കഴിഞ്ഞാൽ എല്ലായിടത്തും വൈബൊക്കെ ഉണ്ടായിരുന്നു. എല്ലാ കുടുംബമായിട്ടാണോ പോയത്? ഓക്കെ ഓക്കെ ഓക്കെ. നിജോയെ സംബന്ധിച്ചിട്ട് നിജോ ഇപ്പോൾ തിങ്കൾ മുതൽ വെള്ളി വരെ ഭയങ്കര തിരക്കാണ്. അനിയൻ്റെ കാര്യം വിട്ടേരെ ഭയങ്കര തിരക്കാണ്. ഈ സമയത്തിൽ കൂടുതൽ നമ്മൾ സമ്മർദ്ദം എന്ന് വെച്ചാൽ നമുക്ക് ഒന്നും ചെയ്യാൻ സ്വാതന്ത്ര്യമില്ല, ഒന്നും പഠിക്കാൻ എപ്പോഴും സ്കൂള് ക്ലാസ് അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ടോ? ഇല്ലില്ല. എന്താണ് അങ്ങനെ തോന്നാത്ത കാര്യം? എന്താ? എപ്പോഴും പഠിക്കണം, പഠിച്ചാലേ വലിയൊരു നിലയിലെത്തി പറ്റത്തുള്ളൂ. എനിക്ക് വയ്യ. അപ്പോൾ നമ്മൾ നല്ലൊരു നിലയിൽ എത്തണമെങ്കിൽ നമ്മൾ കഷ്ടപ്പെട്ടേ പറ്റും. അതൊക്കെയാണ് നമ്മളെല്ലാം അങ്ങ് സഹിക്കും അല്ലേ? അനി അങ്ങനെ സഹിക്കാറുണ്ടോ? ഇല്ല, അനിയെ വൈബിനെ കുറിച്ച് അറിയാത്തോണ്ടാ അത് കേട്ടോ. പറഞ്ഞൊക്കെ മനസ്സിലാക്കി കൊടുക്കണം. അനിയ ഇങ്ങനെ ഒരു ചെറിയൊരു വൈബിന്റെ കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇങ്ങനെയൊക്കെ നീ ഇങ്ങനെ കാര്യം നടക്കത്തോളം എന്ന് പറയണം കേട്ടോ. അല്ലെ നിനക്ക് ഒരു വൈബും കിട്ടാൻ പോകണില്ലെന്ന് പറയണം. അനി എടുത്തിട്ട് ഇടിക്കും അന്നേരം. ചിലപ്പോൾ അവന് വൈബിന്റെ അർത്ഥം അറിഞ്ഞുകൂടെങ്കിൽ ഇടി ഉറപ്പാ. ശ്രദ്ധിച്ചോണം. ഓക്കെ. പിന്നെ ജീവിതത്തിൽ സ്കൂൾ ഇപ്പം 8ലാണ് പഠിക്കുന്നത്. 1ാം ക്ലാസ് മുതൽ 8 വരെ പഠിച്ചു. ഈ 1ാം ക്ലാസ് മുതൽ 8 വരെ പഠിച്ച ഈ ഇത്രയും വർഷത്തിലെ അനുഭവങ്ങളിൽ സ്കൂളിൽ മറക്കാനാകാത്ത എന്തെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടോ? 8 അവിടെ നിൽക്കട്ടെ, 7 വരെ. അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങള് കൂട്ടായിട്ടുള്ള ടൂറ്, പിന്നെ ടൂറിസ്റ്റ് ബസ്, അതൊക്കെ ഉള്ളു, വലുതായിട്ടൊന്നും ഇല്ല. ടൂറിസ്റ്റ് ബസ്സാ? ടൂർ പോകുന്ന ബസ്. ടൂർ പോകുന്ന ബസ്സിന് എന്താണ് ഇത്ര സ്നേഹിക്കാൻ കാര്യം? മറക്കാനാത്ത വലുതാകുമ്പോ ഒരു ബസ് എടുക്കണമെന്നൊരു ആഗ്രഹമുണ്ട്. ടൂറിസ്റ്റ് ബസ്സൊക്കെ എടുത്തിട്ട് ഞങ്ങള് അനിയന്മാരെല്ലാം കൂടെ ഒരു കൂട്ടം ചേർന്ന് 3 വണ്ടി, 3 ടൂറിസ്റ്റ് ബസ്സാണ് എടുക്കാൻ പോണത് ഒരു വീട്ടില് അല്ലേ? ഓക്കെ. അപ്പൊ 3 ടൂറിസ്റ്റ് ബസ് എടുത്തിട്ട് എന്താ പരിപാടി? ബിസിനസ് ഇറങ്ങാൻ പരിപാടി ഉണ്ടോ? അതോ ഞങ്ങള് ജോലി കിട്ടുമ്പം അന്ന് ജോലി ഇല്ലാത്ത സമയത്ത് ടൂറൊക്കെ ഉണ്ടെങ്കിലേ പോകാൻ പറ്റത്തുള്ളല്ലോ. നിങ്ങൾക്ക് ടൂർ പോകാൻ വേണ്ടിട്ട് മാത്രമാണ് ഈ 3 ടൂറിസ്റ്റ് ബസ് എടുക്കുന്നത്. അപ്പം നിങ്ങൾ ഈ ബസ് എടുത്തിട്ട് എവിടെ പോകാനാണ് ഉദ്ദേശിക്കുന്നത്? പൈസ കിട്ടൂല, ആൾക്കാരെ വിളിച്ചോണ്ട് പോയി കഴിഞ്ഞാൽ. പഠിച്ചൊക്കെ പഠിക്കുന്നതിന് വേണ്ടിയിട്ടാണോ? ഒരു നല്ല ജോലി കിട്ടാൻ വേണ്ടി. എന്ത് ജോലിയാണ് ആഗ്രഹിക്കുന്നത്? അങ്ങനെ വല്ല പ്ലാൻ ഉണ്ടോ? അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഓരോ സമയത്ത് ഓരോ ആഗ്രഹങ്ങൾ വന്നുകൊണ്ടിരിക്കും. വളർന്ന് വലുതായി നല്ല ഒരു ജോലിയൊക്കെ കിട്ടി നല്ലൊരു പോയിന്റിൽ എത്തട്ടെ, നല്ലൊരു പൊസിഷനിൽ എത്തട്ടെ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഓക്കെ ആണോ? താങ്ക് യു. അപ്പോൾ എന്തായാലും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.